ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് 22-ാം തീയതി പെർത്തിലെ ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ്. പെർത്തിലെ ഓപ്റ്റസ് സ്റ്റേഡിയത്തിലുള്ള ഈ മത്സരത്തിന് മുന്നോടിയായി ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഈ സ്റ്റേഡിയത്തിലെ പിച്ചിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളാണ്. ഇന്ത്യക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റ് മത്സരം 2 ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. കാരണം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിലെ വിജയം അല്ലെങ്കിൽ ഈ പരമ്പരയുടെ തുടക്ക മത്സരത്തിലെ ഒരു വിജയം ഇരു ടീമുകൾക്കും നിർണായകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് വിധേനയും ഇന്ത്യയെ നല്ല ഒരു പിച്ചൊരുക്കി അതിൽ തോൽപ്പിക്കാനായിരിക്കും ഓസ്ട്രേലിയ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റർമാരെ കുഴയ്ക്കുന്നതിനായിട്ട് ബൗൺസ് കൂടുതലുള്ള അല്ലെങ്കിൽ പേസർമാരെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു പിച്ചായിരിക്കും പെർത്തിൽ ഒരുക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പിച്ചിന്റെ ഫോട്ടോസ് എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കാണാനും സാധിക്കും. ഒരുപാട് ഗ്രാസ് ഉള്ള പച്ച കളറുള്ള പിച്ച് ഏതാണ്, ഗ്രൗണ്ട് ഏതാണെന്ന് മാറിപ്പോകുന്ന വിധത്തിലുള്ള ഒരു പിച്ചാണ് ഈ പെർത്തിലെ അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയ ക്യൂറേറ്റർ ഈ മത്സരത്തിനായിട്ട് ഒരുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പെർത്തിലെ ഒരു ടെസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പെർത്തിൽ ഇതിനു മുമ്പ് നടന്നിരിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളെ പറ്റി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ബാറ്റർമാരുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന ഒരു പിച്ചാണ് പെർത്തിലേതെന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ആ പിച്ച് എന്ന് പറയുന്നത് അതൊരു മറ്റൊരു സ്റ്റേഡിയം ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. അതായത് പെർത്തിൽ 1890-ലാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് കളി ആരംഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പെർത്തിന്റെ ഒരു ക്രിക്കറ്റ് ചരിത്രം അങ്ങനെയാണ് പറയപ്പെടുന്നത്. ആ ഒരു കാലഘട്ടം തൊട്ട് പെർത്തിൽ ക്രിക്കറ്റ് കളി നടന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈതാനം എന്ന് പറയുന്നത് വാക്ക സ്റ്റേഡിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ അധീനതയിലുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു. വെസ്റ്റേൺ ഓസ്ട്രേലിയ ക്രിക്കറ്റ് അസോസിയേഷൻ, അതാണ് വാക്ക എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ആ ഒരു സ്റ്റേഡിയത്തിലായിരുന്നു ഒരുപാട് മത്സരങ്ങൾ നടന്നിരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1970-കളിലൊക്കെ ആയിരിക്കും ആദ്യമായിട്ടൊരു ടെസ്റ്റ് മത്സരം അവിടെ അരങ്ങേറുന്നത്. അതിനുശേഷം ഒരുപാട് പേസർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ച്, അതുപോലെ തന്നെ വിണ്ട് കീറി വലിയ വിള്ളലുകളുള്ള പിച്ചുകൾ, അതുപോലെ തന്നെ ബോൾ കുത്തിയതിനു ശേഷം ബാറ്റർമാരുടെ മുഖത്തേക്ക് വരുന്ന രീതിയിലുള്ള ബൗൺസ് ഉള്ള അത്രത്തോളം ഹാർഡായിട്ടുള്ള ഒരു പിച്ചാണ് എപ്പോഴും. അത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, പലപ്പോഴും ഈ ഫോട്ടോസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു ബോൾ അതിൻ്റെ ഈ ക്രാക്കിൻ്റെ ഉള്ളിൽ ഒരു ബോൾ ഇരിക്കുന്ന വിധത്തിലുള്ള അത്രയും, അല്ലെങ്കിൽ ഒരു കൈ കടന്നു പോകുന്ന, ഇങ്ങനെ കൈയിട്ടാൽ പോലും കടന്നു പോകുന്ന രീതിയിലുള്ള വലിയ വിള്ളലുകളുള്ള ക്രാക്കുള്ള പിച്ചുകളാണ് ഈ പെർത്തിലെ ഒരു പിച്ചെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഈ ഞാൻ പറഞ്ഞ വാക്ക എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ ബാറ്റർമാർക്ക് ഒട്ടും ഈസി അല്ല ബാറ്റ് ചെയ്യാനായിട്ട്. നല്ല ഫാസ്റ്റ് ബോളർമാരുണ്ടെങ്കിൽ ആ ഫാസ്റ്റ് ബോളർമാരുടെ ബോളുകളെ നേരിടുക എന്ന അൺഈവൺ ആയിട്ടുള്ള ബൗൺസും അതുപോലെ തന്നെ സ്പീഡും എല്ലാം തന്നെ ഒരുപാട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടും ഒരു പിച്ചും ആയിരുന്നു ഈ വാക്കയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വാക്ക എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ 2018 വരെയാണ് ഈ ടെസ്റ്റ് മത്സരങ്ങൾ നടന്നിരുന്നത്. ഈ വാക്ക സ്റ്റേഡിയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ ഈ ക്ലേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന പിച്ചിൽ ഉപയോഗിക്കുന്ന ചെളി എന്ന് പറയുന്നത് വളരെ റോക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ചെളിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പിച്ചുകളിൽ ഉപയോഗിക്കുന്ന ചെളി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സെൻട്രൽ കേരള, എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് വൈക്കം ക്ലേ എന്ന് പറയുന്ന ഒരു ക്ലേ ആണ്. അതായത് വൈക്കത്ത് നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേകതരം ക്ലേ ആണ്, നല്ല പശയുള്ള ഒരു ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ തിരുവനന്തപുരം സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ തിരുവനന്തപുരം ക്ലേ എന്ന് പറയുന്ന ഒരു ക്ലേ ആണ്. അത് ഈ പാടത്ത് നിന്നും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു ക്ലേ ആണ്. ഇനി നമ്മൾ നോർത്തേൺ സൈഡിലേക്ക്, ഇപ്പൊ കണ്ണൂർ തലശ്ശേരി ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ പിച്ച് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വടകര ക്ലേ എന്ന് പറയുന്ന വടകരയിൽ നിന്ന് കിട്ടുന്ന ഒരു തരം ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ കർണാടകയിൽ മാണ്ഡ്യ ക്ലേ എന്ന് പറയുന്ന ഒരു ക്ലേ ഉണ്ട്. മാണ്ഡ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അത് കുറേ കൂടെ ഡിഫറെൻ്റ് ആണ്. ഇതിവിടെ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഒരു പിച്ച് ഒരുക്കാനായിട്ട് അങ്ങനെ ഒരു ക്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള ക്ലേ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെർത്തിലെ ക്ലേ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഹാർഡായിട്ടുള്ള റോക്ക് സോളിഡ് ആയിട്ടുള്ള ക്ലേ ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് റോൾ ചെയ്ത് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് റോൾ ചെയ്ത് നല്ല ഹാർഡായി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബൗൺസ് കിട്ടുന്ന, സ്പീഡിൽ ബോൾ മൂവ് ചെയ്യുന്ന, അതായത് ഒരു കോൺക്രീറ്റ് പിച്ചിൽ എറിയുന്നത് പോലെ ഒരു ഫാസ്റ്റ് ബോളറിന് ബൗൺസ് കിട്ടുന്ന രീതിയിലുള്ള പിച്ചുകളാണ് ഈ വാക്കയിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത്. അത് ആ ഒരു ക്ലേയുടെ പ്രത്യേകതയാണ്. ഒപ്പം തന്നെ ഒരുപാട് ഗ്രാസ് വിടാനായിട്ട് അവിടുത്തെ ക്യൂറേറ്റർമാർ ശ്രമിക്കാറുമുണ്ട്. അതായത് നല്ല ഒരു ഗ്രാസിന്റെ ഒരു കോട്ടിങ് ഇതിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ബോൾ നല്ല പറന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും ഫാസ്റ്റ് ബോളർമാർ എറിയുമ്പോൾ. ഇതൊക്കെ കൊണ്ടാണ് അവിടെ ഈ ബാറ്റർമാരുടെ ഒരു ശ്മശാനം എന്ന് വാക്ക അറിയപ്പെടാനുള്ള കാരണം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാക്ക എന്ന് പറയുന്ന സ്റ്റേഡിയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഓപ്പൺ സ്റ്റേഡിയം ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു കൊളോസിയം പോലെയുള്ള ഒരു സ്റ്റേഡിയം അല്ല. അവിടെ ഇവിടെയൊക്കെ കുറെ ഗ്യാപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സീ ബ്രീസ് അടിക്കും. അതായത് ഒരു ഫെർമാൻഡിൽ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ബ്രീസ് എന്നാണ് അതിന് പറയുന്നത്. അത് ഉച്ച സമയത്ത് ഒരു ലഞ്ച് ബ്രേക്കിനൊക്കെ ശേഷം ആ കടൽക്കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുകയും ബോൾ നന്നായിട്ട് സ്വിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു റോക്ക് സോളിഡ് ആയിട്ടുള്ള പിച്ച്, ഒപ്പം തന്നെ ഈ കാറ്റിന്റെ ഒരു ശക്തി
കൂടി വരുമ്പോൾ ഭയങ്കരമായിട്ട് ബോൾ സ്വിങ് ചെയ്യാനും കൂടെ ആരംഭിക്കും. ഇതൊക്കെ കൊണ്ടാണ് ബൗളർമാർക്ക് അനുകൂലവും ബാറ്റർമാർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിട്ട് വാക്ക മാറിയത്. എന്നാൽ 2018 ശേഷം ആ സ്റ്റേഡിയം ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഉപേക്ഷിക്കുകയും അവിടെ ഒരു പുതിയ സ്റ്റേഡിയം പണികഴിപ്പിക്കുകയും ചെയ്തു. അതും ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ അധീനതയിലുള്ള ഒരു സ്റ്റേഡിയം തന്നെയാണ്. ആ ഒരു സ്റ്റേഡിയത്തിന്റെ പേര് ഓപ്റ്റസ് സ്റ്റേഡിയം എന്നാണ്. ആ ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ 2018 മുതലുള്ള മത്സരങ്ങളെല്ലാം നടന്നിരിക്കുന്ന ആ സ്റ്റേഡിയത്തിലാണ്. അവിടെ ആദ്യമായിട്ട് ഒരു ടെസ്റ്റ് മത്സരം കളിച്ചത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ്. ആ ഒരു മത്സരത്തിൽ വിരാട് കോഹ്ലി സെഞ്ചുറി നേടുകയും പക്ഷേ ഇന്ത്യ അൺഫോർച്ചുനേറ്റ്ലി ആ ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. 2018 പക്ഷേ ആ ഒരു സീരീസ് ജയിക്കാനായിട്ട്, ആ പരമ്പര ജയിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം 4 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇപ്പോൾ ഈ ഓപ്റ്റസ് ഈ പുതിയ സ്റ്റേഡിയത്തിൽ. ഞാൻ പറഞ്ഞ ഒരു കൊളോസിയം പോലെയുള്ള ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. അവിടെ ഈ 4 മത്സരങ്ങളാണ് നടന്നിരിക്കുന്നത്. ഈ 4 മത്സരത്തിലും ഈ ക്ലേ ഇതുപോലെ തന്നെ ക്ലേ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ബോൾ വീണ്ടും ഈ പറന്നു വരുന്നതും അതുപോലെ തന്നെ നല്ല സ്പീഡിൽ കുത്തിയിട്ട് ഉയർന്ന് മുഖത്തിന് നേരെ വരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ഈ ബ്രീസിന്റെ ഒരു എഫക്റ്റ് അധികം അവിടെ കിട്ടാറില്ല. കാരണം ഇത് കൊളോസിയം പോലെ ഇരിക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആയതുകൊണ്ട് അധികം ബ്രീസ് അടിക്കാറില്ല. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ, ഇപ്പം ഞാൻ പറയുന്നതെല്ലാം ഒരു ടെസ്റ്റിന്റെ കാര്യമാണ്. ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഒരു സമയത്ത് ഒരു 2020-21 കാലഘട്ടത്തിൽ ഈ ബിഗ് ബാഷ് ലീഗിലെ ഒരുപാട് മാച്ചുകൾ ഈ ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ടായിരുന്നു, ഈ ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ട്രാക്കായിട്ട്, ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ബാറ്റിംഗ് ട്രാക്കായിട്ട് ആ സമയത്ത് ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഈ ഓപ്റ്റസ് സ്റ്റേഡിയം മാറിയിരുന്നു. പക്ഷേ അത് അധികം ഗ്രാസ് വിടാതെ റണ്ണ് വരാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന പിച്ചുകളായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള പിച്ചുകളായിരിക്കില്ല. ഡെഫിനറ്റ് ആയിട്ടും ഈ നന്നായിട്ട് ഫാസ്റ്റ് ബോളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പിച്ചുകളായിരിക്കും. എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ വാക്ക സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ഡെഡ്ലി ആയിട്ടുള്ള പിച്ചുകളായിരിക്കില്ല. കളിക്കാനായിട്ട് സാധിക്കും ബാറ്റർമാർക്ക്, വേണമെന്ന് വെച്ചാൽ കുറച്ച് ക്ഷമയും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പേഷ്യൻസും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ബാറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒരു പിച്ച് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ വാക്കയും അതുപോലെ തന്നെ ഓപ്റ്റസ് സ്റ്റേഡിയവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയിലെ പല സ്റ്റേഡിയങ്ങളിൽ, ഇപ്പോൾ അത് മെൽബൺ ആയിക്കോട്ടെ, സിഡ്നി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പെർത്തിലെ ഓപ്റ്റസ് സ്റ്റേഡിയം ആയിക്കോട്ടെ, ഈ സ്റ്റേഡിയത്തിലെല്ലാം യൂസ് ചെയ്യുന്നത് ഒരു ഡ്രോപ്പ് ഇൻ പിച്ചാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ T20 ലോകകപ്പ് നടന്ന സമയത്ത് USA വെച്ച് നടന്ന പല മത്സരങ്ങളും, നസാവു കൗണ്ടിയിൽ നടന്ന പല മത്സരങ്ങളും ഒരു ഡ്രോപ്പ് ഇൻ പിച്ചാണ് അവിടെ യൂസ് ചെയ്തിരുന്നത്. അത് അഡ്ലേഡിലെ ക്യൂറേറ്റർ ആണ് വന്നിട്ട് അവിടെ വന്നിട്ട് ആ പിച്ച് സെറ്റ് ചെയ്തതെന്ന് കാണാൻ സാധിക്കും. ആ മത്സരങ്ങളിലെല്ലാം തന്നെ ഒരു ലോ സ്കോറിംഗ് മാച്ച് ആയിരുന്നു. അപ്പോൾ ഈ ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഡ്രോപ്പ് ഇൻ പിച്ച് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട്. ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പല സ്റ്റേഡിയങ്ങളും, എസ്പെഷ്യലി ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ ന്യൂസിലൻഡിലെയും സ്റ്റേഡിയങ്ങൾ എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് സ്റ്റേഡിയങ്ങളാണ്. അവിടെ ക്രിക്കറ്റ് മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നൈയിലുള്ള ചിദംബരം സ്റ്റേഡിയം, ബാംഗ്ലൂരിലുള്ള ചിന്നസ്വാമി സ്റ്റേഡിയം, മുംബൈയിലെ വാങ്കഡേഷ് സ്റ്റേഡിയം, ഇതെല്ലാം ക്രിക്കറ്റിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സ്റ്റേഡിയങ്ങളാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ പല സ്റ്റേഡിയങ്ങളും ഗവൺമെന്റിന്റെ അധീനതയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൽബൺ ആയിക്കോട്ടെ, സിഡ്നി ആയിക്കോട്ടെ, പെർത്തിലെ സ്റ്റേഡിയം ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ മൾട്ടി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവിടെ ഓസ്ട്രേലിയൻ ഫുട്ബോൾ നടക്കും, റഗ്ബി നടക്കും, അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ ആ സ്റ്റേഡിയത്തിൽ നടക്കും. പിന്നെ ക്രിക്കറ്റിന്റെ സീസൺ ആകുമ്പോൾ ക്രിക്കറ്റ് മാച്ചുകൾ നടക്കും. അപ്പോൾ ഈ ക്രിക്കറ്റ് മാച്ചുകൾ നടക്കുന്ന സമയത്ത് ഈ സ്ക്വയർ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ചിന്റെ ഇപ്പോൾ ഒരു 6, 7, 8 പിച്ചുകൾ ഉണ്ടെങ്കിൽ ഒരു സ്ക്വയർ ആണ്. ഒരു പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിച്ചിന്റെ അടുത്തടുത്തായിട്ട് ഏകദേശം ഒരു 10 പിച്ചുകളോ 8 പിച്ചുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പിച്ച് എന്ന് പറയുന്നത് പുറത്ത്, ഗ്രൗണ്ടിന് പുറത്തൊരു സ്ഥലത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ട് അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം വലിയ ക്രെയിനിന്റെയും ട്രെയിലറുകളുടെയൊക്കെ സഹായത്തോടു കൂടി ഈ പിച്ചിന്റെ അതേ നീളം, 90 അടി നീളം അല്ലെങ്കിൽ 80 അടി നീളം, ഒരു 10 അടി വീതിയിലുള്ള പിച്ചുകൾ അങ്ങനെ തന്നെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഗ്രൗണ്ടിന്റെ നടുക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നതിനാണ് ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറയുന്നത്. അത് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ സർവ്വസാധാരണമാണ്. ക്രിക്കറ്റ് സീസൺ ആരംഭിക്കുമ്പോൾ ഈ പിച്ചുകൾ ഗ്രൗണ്ടിന് പുറത്ത് വെച്ച് സെറ്റ് ചെയ്ത് അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് പുല്ലൊക്കെ നട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ക്രെയിനിൻ്റെയും ട്രെയിലറിൻ്റെയും സഹായത്തോടു കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നടുക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. അത് സെറ്റ് ചെയ്തതിന് ശേഷം ഈ സീസൺ അവസാനിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് വീണ്ടും പുറത്ത് കൊണ്ടുവയ്ക്കും. അവിടെ സാധാരണ ഇതൊക്കെ ഇട്ട് വീണ്ടും നല്ല ഭംഗിയായിട്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കും. കാരണം ഈ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അവിടെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ക്രിക്കറ്റ് പിച്ചിലാണെങ്കിൽ ഇതുപോലെ റോക്ക് സോളിഡ് ആയിട്ടുള്ള ക്ലേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് അവിടെ വീണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുല്ല് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും. ഇതൊരു പ്രോസസ്സാണ് അവിടെ. അപ്പോൾ ഒരു 6 മാസമാണ് ഇവിടെ ശരിക്കും ക്രിക്കറ്റ് മത്സരം ഉണ്ടാവുക, എസ്പെഷ്യലി ഈ ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അതിനാണ് ഈ ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഇൻ പിച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുറത്ത് വെച്ച് തന്നെ ശരിയാക്കി കൊണ്ടുവന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കാത്ത ഒരു പിച്ചാണ് ഡ്രോപ്പ് ഇൻ പിച്ച് എന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ USA നടന്ന മത്സരങ്ങളിൽ, നസാവു കൗണ്ടിയിൽ, ന്യൂയോർക്കിൽ നടന്ന പല മത്സരങ്ങളും ലോ സ്കോറിംഗ് മാച്ചുകളായിരുന്നു. അത് വൈറ്റ് ബോളിലായിരുന്നു. എന്നിട്ട് പോലും അവിടെ ബാറ്റർമാർക്ക് റൺസ് നേടാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയുള്ള പിച്ചുകളിൽ കളിക്കുമ്പോഴുള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ആദ്യം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫാസ്റ്റ് ബോളർമാർ
ബാറ്റർമാർക്ക് ഒരുപാട് ഹെൽപ്പ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെയാണ് ഈ പെർത്തിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ഈ പിച്ചിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഈ പിച്ചിൽ ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യാനാണ് സാധ്യത. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, വിട്ട് കളിക്കാനായിട്ട് സാധിച്ചാൽ പിന്നീട് ഈസി ആയിട്ട് കുറച്ച് നേരം അല്ലെങ്കിൽ 1-2 ദിവസം ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഈ പിച്ചിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ എപ്പോഴും ആദ്യം ബാറ്റ് ചെയ്യാനായിട്ടായിരിക്കും തീരുമാനിക്കുക. ഇന്ത്യയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസം ഈ മത്സരത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.